ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിൽ 1 ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷ. 5000 കോടിയിലധികം മുതൽ മുടക്കിൽ ലോജിസ്റ്റിക്സ് പാർക്ക് സ്ഥാപിക്കുമെന്ന് ദുബായിലെ ഷറഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. നിക്ഷേപക സംഗമം സർക്കാരിനും വലിയ വരുമാനം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നിക്ഷേപക സംഗമത്തോട് സഹകരിച്ച് പ്രതിപക്ഷം പുതിയ മാതൃക കാണിച്ചുവെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ലോജിസ്റ്റിക് രംഗത്ത് ലോകത്തെ ആദ്യ 5 കമ്പനികളുടെ പട്ടികയിലുള്ള ദുബായ് ഷറഫ് ഗ്രൂപ്പ് കേരളത്തിൽ 2 പദ്ധതി തുടങ്ങുന്നതായി പ്രഖ്യാപിച്ചത്. എവിടെയാക്കുന്നത് സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കും. 5 വർഷത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. മലബാർ സിമന്റ്സും ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ആർട്സൺ ഗ്രൂപ്പും ചേർന്ന് ബോട്ട് നിർമ്മാണ കേന്ദ്രം തുടങ്ങും. കൊച്ചി തുറമുഖത്ത് മലബാർ സിമന്റ്സ് പാട്ടത്തിനെടുത്തിരിക്കുന്ന ഭൂമിയിലാകും ഇത്. ബോട്ട് കയറ്റുമതി ഉൾപ്പെടെ ലക്ഷ്യമിടുന്നു. You must have recently seen in the budget and before that the government has been focusing on making India a major shipbuilding player in the world. We want to be at least the number 3 or number 3 to number 5 level shipbuilder in the world. 1000 കോടിയിലേറെ മുതൽ മുടക്കുന്ന സംരംഭകരുമായി മുഖ്യമന്ത്രി രാവിലെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. അതേസമയം നിക്ഷേപക സംഗമം ആദ്യം ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും പിന്നീട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇടയാക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നിക്ഷേപ സംഗമം വഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് ജനങ്ങളുടെയാണ്, സർക്കാരിന്റെ അതിന്റെ അടുത്ത ഭാഗമേ വരുന്നുള്ളൂ. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നാട്ടിൽ കൂടുതൽ തൊഴിലും വരുമാനവും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി, അതൊരു ജനങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി, എല്ലാ മേഖലയ്ക്കും ആ പുരോഗതി ഉണ്ടാവും. നിക്ഷേപക സംഗമത്തിൽ പ്രതിപക്ഷം പുതിയ മാതൃക കാണിച്ചുവെന്ന് സംഗമത്തിനെത്തിയ ചാണ്ടി ഉമ്മൻ എം.എൽ.എ. പ്രതികരിച്ചു. പ്രതിപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് വളരെ റെലവന്റ് ആണ്. അത് സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനു പകരം കേരളത്തിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രമിക്കും. കേരളത്തിന് വേണ്ടി ഒന്നിച്ചിരിക്കണം. നമുക്ക് പഴയ കാര്യങ്ങൾ പറ്റിയ അബദ്ധം ഇനി പറ്റരുത്. ഇന്നലെ 3000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് സംഗമത്തിൽ ഉണ്ടായത്. രാജ്യത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങൾ നിക്ഷേപക സംഗമത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇതടക്കം സർക്കാരിന് ലഭിച്ച വാഗ്ദാനങ്ങൾ വൈകിട്ടോടെ പ്രഖ്യാപിക്കും. ആഗോള നിക്ഷേപക സംഗമത്തിൽ ലഭിച്ച വാഗ്ദാനങ്ങൾ കാലതാമസം കൂടാതെ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് വ്യവസായ വകുപ്പ് എടുത്തിരിക്കുന്നത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അതേസമയം കേന്ദ്രത്തിന് സിൽവർ ലൈൻ നടപ്പാക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ മറ്റു നഗരങ്ങൾ ബന്ധിപ്പിച്ച് അതിവേഗ പാതകൾ വരുന്നുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. യാത്രാ സൗകര്യം കുറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യം കാണണമെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഇക്കാര്യം ചെയ്യണം. അതിന് ഒരു പോസിറ്റീവായ സമീപനമാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അതിവേഗ ട്രെയിനുകൾ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തയ്യാറാവണം. അത് നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 10, 50, 100 വർഷം കഴിഞ്ഞുള്ള കേരളത്തെ പറ്റി കൂടി കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ, ചുമതല വഹിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ, പത്രപ്രവർത്തകരുടെ ഉൾപ്പെടെ കടമയാണ്.